നമ്മളിനി കൊല്ലത്തേക്കാണ്. അവിടെ പുനലൂർ വിളക്കുവട്ടത്ത് LDF UDF കൗൺസിലേഴ്സ് തമ്മിൽ കയ്യാങ്കളി നടന്നു എന്നാണ് വാർത്ത. ബൂത്തിനുള്ളിൽ വോട്ട് പിടിച്ചു എന്നാരോപിച്ചാണ് പ്രശ്നമുണ്ടായത്. വിളക്കുവട്ടം LPSലെ 110-ാം ബൂത്തിലാണ് സംഘർഷം. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് മേഘ്ന മുരളിയാണ് ചേരുന്നത്. മേഘ്ന, ഗുഡ് ആഫ്റ്റർനൂൺ. താരതമ്യേന സംഘർഷങ്ങളൊക്കെ കുറവുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. പക്ഷെ അവിടെ എന്താണ് സംഭവിച്ചത്? തർക്കമൊക്കെ കഴിഞ്ഞോ? ക്രിസ്ത്യന, ഗുഡ് ആഫ്റ്റർനൂൺ. അതിൽ കൊല്ലത്തുണ്ടായ തർക്കങ്ങളിൽ അതിൽ കൂടുതലും ഉണ്ടായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് ഈ ദൂരപരിധി സംബന്ധിച്ചാണ്. അതായത് ഇരു പാർട്ടി പ്രവർത്തകരും, കോൺഗ്രസ് CPM പ്രവർത്തകർ ദൂരപരിധി പാലിക്കുന്നില്ല, അതുപോലെ തന്നെ ബൂത്തിനുള്ളിൽ കയറി വോട്ട് പിടിക്കുന്നു എന്നുള്ളതാണ് ഇരു കൂട്ടരുടെയും ഒരു ആരോപണമായി വരുന്നത്. അങ്ങനെ ഇപ്പോൾ കൊല്ലം പുനലൂർ വിളക്കുവട്ടത്താണ് LDF UDF കൗൺസിലർമാർ തമ്മിൽ ഒരു കയ്യാങ്കളി ഉണ്ടായിരിക്കുന്നത്. അതിൽ പ്രധാനമായും UDF കൗൺസിലറുടെ ആരോപണം എന്ന് പറയുന്നത് LDF കൗൺസിലർ ആക്രമിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബൂത്തിനുള്ളിൽ വോട്ട് പിടിച്ചു എന്ന കാര്യം ചോദ്യം ചെയ്തപ്പോഴാണ് ആക്രമിച്ചത് എന്ന കാര്യമാണ് UDF കൗൺസിലർ പറയുന്നത്. കല്ലറ വാർഡ് കൗൺസിലറായിട്ടുള്ള ഷെമി S. അസീസാണ് ഇപ്പോൾ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും അതിൽ LDFന്റെ ഒരു വിശദീകരണം എന്ന് പറയുന്നത് ആക്രമിച്ചിട്ടില്ല, അതുപോലെ തന്നെ പരാതി വ്യാജമാണ് എന്നുള്ളതാണ്. ഇതിലൊരു പ്രശ്നമായി അവിടെ പോലീസ് പറയുന്നത് ഇരു കൂട്ടരും ഈ ബൂത്തിന് പുറത്ത് തമ്പടിച്ചു നിന്നു. ഈ വോട്ട് ചെയ്തതിന് ശേഷവും ബൂത്തിന് പുറത്ത് തമ്പടിച്ചു നിന്നു. അതാണ് ഇരു കൂട്ടരും ചോദ്യം ചെയ്തപ്പോഴാണ് പ്രശ്നമുണ്ടായത്. പിന്നീട് അതൊരു കയ്യാങ്കളിയിലേക്ക് മാറിയത് എന്നുള്ളതാണ്. ഇപ്പോൾ എന്തായാലും ഈ UDF വാർഡ് കൗൺസിലർ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. അവരുടെ കയ്യിൽ മുറിവും അതുപോലെ തന്നെ മുഖത്തും മുറിവേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് അവർ പറയുകയും ചെയ്യുന്നത്. എന്നാൽ LDF അത് നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട്. ശരി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.